കാണുന്നില്ലല്ലോ ടോം. ഞാൻ ഈ ഷെൽഫിൽ തന്നെയായിരുന്നു വെച്ചത്. മഴവെള്ള സംഭരണി നിർമ്മാണവും പരിപാലനവും എന്ന ബുക്കല്ലേ നിങ്ങൾ തിരയുന്നത്? അതെ, അത് തന്നെ. മഴവെള്ള സംഭരണിയോ? മീനിനെ വളർത്താനായിരിക്കും. സോറി ടോം, അത് നമ്മുടെ ഡോക്ടറങ്കിളിന് കൊടുത്തായിരുന്നു. അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞ് ഇങ്ങ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട, നിങ്ങൾ അങ്ങ് ചെന്ന് വാങ്ങിച്ചു. അല്ലെങ്കിലും ഞങ്ങൾ ഡോക്ടറങ്ങളെ കാണാൻ ഇരിക്കുവായിരുന്നു ഡാഡി. ഇപ്രാവശ്യം ഞങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ പോയപ്പോൾ മാനേജർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു. ആ, എന്തു പറഞ്ഞു? കേൾക്കട്ടെ. ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് നല്ല വരുമാനമുണ്ടല്ലോ. ബാങ്കിൽ നിന്നും ഇതുവരെ കാര്യമായ ഒന്നും എടുത്തിട്ടുമില്ല. അതെ, മാനേജർ എന്ത് പറഞ്ഞു എന്ന് പറയൂ. ഞങ്ങൾക്ക് അദ്ദേഹം ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പഠനത്തോടൊപ്പം നമ്മുടെ നാടിന് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് സബ്സിഡിയും കിട്ടുമത്രേ. ആ, കൊള്ളാലോ. എന്നിട്ട് എന്തെങ്കിലും പ്രൊജക്ട് മനസ്സിലുണ്ടോ? യെസ്, ഒരു മഴവെള്ള സംഭരണി. ഇവിടെയുള്ള എല്ലാ വീടുകളിലെയും പാത്തിയിൽ നിന്നുള്ള വെള്ളം ഒരിടത്ത് സ്വരുക്കൂട്ടി അരിച്ചെടുത്ത് സംഭരിക്കുന്നു. അത് കൊള്ളാവല്ലോ. എന്നിട്ട് ബാക്കി സസ്പെൻസ്. വെള്ളമില്ലാതെ വരുമ്പോ ഈ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അതല്ലേ സംഗതി. സസ്പെൻസ് പൊളിഞ്ഞു. കുറച്ച് ശരിയാണ്, എന്നാൽ പൂർണ്ണമായും അല്ല. അതെ, ഏതായാലും ഞങ്ങൾ എളുപ്പം ഡോക്ടറങ്ങളിനെ കാണട്ടെ. കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്തു വേണമെങ്കിലും ചെയ്തു, പക്ഷേ ഇതൊന്നും പഠിത്തത്തെ ബാധിക്കരുത് കേട്ടോ. ഇല്ല ഡാഡി, ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിൽ ഇതുവരെ എടുത്ത പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ടീച്ചർ ക്ലാസ്സിൽ എടുക്കാനിരിക്കുന്ന പാഠങ്ങളും പകുതിയായി. അപ്പോൾ ക്ലാസ് ടീച്ചർ ആ പാഠഭാഗം എടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിച്ചാൽ എളുപ്പം ഉത്തരം പറയാനുമാകും. നല്ലത് മക്കളെ. എന്നാ പിന്നെ സമയം കളയണ്ട, എളുപ്പം ചെന്നോളൂ. ഡോക്ടർക്ക് തിരക്കാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. ശരി ഡാഡി. ബെറ്റി, ഫാനുമുണ്ട് താഴെ. രണ്ടുപേരും കൂടി ഇതെവിടെ പോകുന്നു? ഡോക്ടർ അങ്കിളുടെ വീട് വരെ. ആ കൂളുകളുള്ള പാർക്കിൽ ഇരിക്കാൻ പോവായിരിക്കും അല്ലേ? ആണോ? ഞങ്ങളും വരട്ടെ. അതിനെന്താ, വന്നോളൂ. പക്ഷേ ഞങ്ങൾ പാർക്കിലിരിക്കാൻ പോകുന്നതൊന്നുമല്ല. പിന്നെ അതൊക്കെയുണ്ട്, പറയാം. സമയം കളയാതെ കേറൂ ഫ്രാൻ. പ്രിയ സുഹൃത്തെ, ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. വൈകുന്നേരമേ തിരിച്ചു വരൂ. ദയവായി സഹകരിക്കൂ. അങ്കിളേ, ഇത് ഞങ്ങളാ, ടീനയും ടോമും. ഞങ്ങളെ കാണുന്നില്ലേ? അങ്കിൾ എന്താ ഇത്ര ഫോർമലായിട്ട്? ടീന, ആ കോളിംഗ് ഒന്നും കൂടെ പ്രസ് ചെയ്തേ. പ്രിയ സുഹൃത്തെ, ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. വൈകുന്നേരമേ തിരിച്ചു വരൂ. ദയവായി സഹകരിക്കൂ. ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? ഓ, ഇത് റെക്കോർഡിംഗാ. ഇനി അമർത്തിയാലും ഇത് തന്നെ വരും. വേണമെങ്കിൽ നോക്കിക്കോ. ആണോ? എന്നാ നോക്കട്ടെ ടീന, ഒന്നും കൂടി പ്രസ് ചെയ്തേ. പ്രിയ സുഹൃത്തെ, ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. വൈകുന്നേരമേ തിരിച്ചു വരൂ. ദയവായി സഹകരിക്കൂ. ആഹാ, നല്ല രസം. ഇവിടെ ഈ സ്വിച്ച് അമർത്തുമ്പോഴൊക്കെ ഡോക്ടർ സാർ അകത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? ഓ പാവം. അത്യാവശ്യമായിട്ട് പുറത്തു പോകണമെന്ന് വെച്ച ഡോക്ടറാ. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. അങ്ങനെയല്ല മണ്ടന്മാരെ. ഇതങ്കിൾ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഈ സംവിധാനം ഫിക്സ് ചെയ്യുന്ന സമയത്തോ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കും. ഓ, ഈ മൊബൈൽ ഫോണിലെ ടെംപ്ലേറ്റ്സ് പോലെ. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ്, ഞാനിപ്പോൾ മീറ്റിംഗിലാണ് എന്നൊക്കെ കോള് കട്ട് ചെയ്ത് റിപ്ലൈ അയക്കുന്നത് പോലെ. ആ, ഏറെക്കുറെ അങ്ങനെ തന്നെ. നിങ്ങൾ വന്ന കാര്യത്തിന് ഇനി എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാ വന്നെന്ന് ഇനിയും പറഞ്ഞില്ല. ഞാൻ പറയാം, പക്ഷേ ഇവിടെ ഇരുന്ന് വേണ്ട. ഡോക്ടർ അങ്കിൾ ഇല്ലാത്തതല്ലേ. ഇവിടെ കോളിംഗ് ബെൽ അടിക്കുന്ന എല്ലാവരോടും നമ്മൾ ഈ സംവിധാനം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ പോകാം. അതാകുമ്പോ നല്ല കാറ്റുമുണ്ടാകും.
ടോം. ഹായ് ടീന. എല്ലാവരും ഉണ്ടല്ലോ. ആ ഇനി പറ, അറിയാൻ ധൃതിയായി. ആ എന്താ ഫ്രാൻ? ആ, 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 ആ. ടോമും ടീനയും അങ്കിൾ സാമും ഒക്കെ ചേർന്ന് എന്തോ ഒരു പരിപാടിയാണെന്ന് മാത്രം അറിയാം. പുതിയ എന്തെങ്കിലും ബിസിനസ് ആണോ ടോം? ഇത് ബിസിനസ് ഒന്നുമല്ല. നമ്മുടെ ഈ ഗോൾഡൻ സിറ്റിയിലെ എല്ലാവർക്കും, എന്തിന്, നമ്മുടെ തോട്ടത്തിന് വരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോജക്റ്റ്. എന്താണെന്ന് തെളിച്ച് പറ ടോം. ഞാൻ പറയാം. മനസ്സിലാക്കിയെടുത്തോളം ടീന പറയട്ടെ. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. തിരുത്തലൊന്നും വേണ്ടി വരില്ല ടോം. എനിക്കറിയാവുന്ന സബ്ജക്റ്റാ. ഓക്കെ, തുടങ്ങ്, കേൾക്കട്ടെ. പറ. ശരി. ചേടാ, ഞാനൊന്ന് പറയുന്നത് കേൾക്കുറോക്കി. താനൊന്നും പറയണ്ട. എന്നെ കൊണ്ട് ചവറ് ചുമപ്പിച്ച വിദ്വാൻ. അത് പിന്നെ എനിക്ക് പെട്ടെന്ന് വയറുവേന വന്നിട്ടല്ലേ. എന്നിട്ട് അന്ന് താൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ? താൻ ആസ്വദിച്ച് കഴിക്കലായിരുന്നു. ആ ശരിയാ, മസാല ദോശ നല്ല രസമായിരുന്നു. എന്നാലും വലിയ ചതിയായിപ്പോയി. ആ ചായക്കടക്കാരൻ അവിടുത്തെ വേസ്റ്റ് മുഴുവനും എന്നെ കൊണ്ട് എടുപ്പിച്ചു. അവന്മാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട. ടോമും ടീനിയും ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു പണി അവർക്കൊട്ട് കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടി. ഓ, അപ്പ ഇവൻ നന്നാവാനുള്ള പുറപ്പാടിലാണ്. ഇതിങ്ങനെ വിട്ട പറ്റില്ല. ഇവനെങ്ങാനും നന്നായ എന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ ഇതുപോലൊരു മണ്ടനെ വേറെ കിട്ടില്ല. എന്താ കാർലോസ് താൻ ചിന്തിക്കുന്നേ? തന്നെ പോലൊരു കൂട്ടുകാരനെ വേറെ കിട്ടില്ലെന്ന് താൻ അടുത്തില്ലാത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആഹാ, എനിക്ക് തന്നോട് അത്രയ്ക്കൊന്നും വിരോധമില്ല കാർലോസ്. പക്ഷേ അന്നത്തെ ആ വേസ്റ്റ് ഓർക്കുമ്പം എനിക്ക് തന്നോട് ദേഷ്യം വരും. എനിക്കറിയില്ലായിരുന്നു തന്റെ വയറുവേദനയുടെ കാര്യം. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ലല്ലോ. ഓപ്പറേഷനോ? ഒന്ന് പോടോ. എന്റെ വീടിന്റെ അടുത്തൊരു ചെക്കന് ഇതുപോലെ വയറുവേദനയായിരുന്നു. എന്നിട്ട് അപ്പന്റെ സൈറ്റീസ് ആണെന്നോ എന്തോ ഒക്കെ പറഞ്ഞ് ഡോക്ടർ അവന്റെ വയർ ഓപ്പറേറ്റ് ചെയ്തു. ഓ, എന്നിട്ട് അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? അവന്റെ വയറുവേദന മാറി. പക്ഷെ അപ്പന് തുടങ്ങി. കുടുംബത്തിലെ അപ്പന്മാർ വഴി പാരമ്പര്യമായി കിട്ടുന്ന എന്തോ അസുഖമാണെന്നാ എനിക്ക് തോന്നുന്നേ. ആയിരിക്കും. എന്റെ അപ്പം നേരത്തെ പോയതുകൊണ്ട് എനിക്കെന്തായാലും ഈ അസുഖം വരില്ല. എനിക്കും. ആ അത് പോട്ടെ, താൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വാ, നമുക്ക് നമ്മുടെ ചായക്കടയിൽ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് സംസാരിക്കാം. ദൈവമേ, അത് വേണ്ട. ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സംസാരിച്ചാ മതി. എന്നാ നമുക്ക് ആ മരത്തിന്റെ ചോട്ടിലിരിക്കാം. ഇനി പറ. പറയാം, പക്ഷെ ആദ്യമേ കേറി പറ്റൂല, പേടിയാ എന്നൊന്നും പറഞ്ഞേക്കരുത്. ആ, അപ്പോ ഇപ്രാവശ്യവും എനിക്ക് തല്ല് കിട്ടാൻ സാധ്യതയുള്ള എന്തോ പരിപാടിയായാണ് വരവ്. ദുഷ്ടൻ. എന്താടോ ഇത്ര ആലോചിക്കാൻ? ഞാൻ പറയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓക്കെ? കേൾക്കട്ടെ. ഞാൻ റോക്കിയുടെ കയ്യിൽ ഒരു 10,000 രൂപ അങ്ങ് വെച്ചിരും. എന്താ? 10,000 രൂപ? അത് താനെന്തിനാ വെറുതെ എന്റെ കയ്യിൽ വെച്ചിരുന്നേ? വെറുതെ അല്ല, പണിയുണ്ട്. ശരി, 10,000 രൂപ. അതിന് എത്ര കോഴിക്കറിയും പൊറോട്ടയും കിട്ടും? ഓ, ആർത്തി തുടങ്ങി. പണി കേൾക്കട്ടെ. നമ്മുടെ ബണ്ടിനടുത്തുള്ള തോടിന് ചേർന്ന് കുറച്ച് വലിയൊരു കുഴി വെട്ടണം. എന്നിട്ട് ഞാൻ അതിൽ കിടക്കണം. തനിക്ക് മണ്ണിട്ട് മൂടാൻ നല്ല ഐഡിയ. തന്നെ മൂടിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? ആ മുഴുവൻ പറയുന്നത് കേക്കടോ. ശരി, പറയൂ. ഒരു വലിയ കുഴി വെട്ടണം. പിന്നെ അതിലൂടെ പോകുന്ന വലിയൊരു പൈപ്പിൽ ചെറിയൊരു ഓട്ടയിടണം. അതിനടിയിലൂടെ പോകുന്ന പൈപ്പ് കോർപ്പറേഷൻ വെള്ളത്തിന്റെ അല്ലേ കാർലോസ്? അതിൽ ഓട്ടയിട്ടാൽ ഇവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടൂലേ? ചെറിയൊരു ഓട്ടയിട്ടാൽ
കുടിവെള്ളം ഒന്നും മുട്ടില്ല. പിന്നെ എന്തിനാ ഈ കുഴിവട്ടലും ഓട്ടയിടലുമൊക്കെ? അത് ഈ നമ്മളിടുന്ന ഈ ചെറിയ ഓട്ടയിലൂടെ തോട്ടിലെ മലിനജലം കുറേശ്ശെ നമ്മുടെ കുടിവെള്ളത്തിൽ കയറും. അപ്പോഴെന്തു സംഭവിക്കും? തോട്ടിലെ വെള്ളം കുറയും. ഷേ, ഇതാണോ ഇത്ര വലിയ കാര്യം? ആ, അത്രേ ഉള്ളൂ. തനിക്ക് ചെയ്യാവോ? ഇതൊന്നും അല്ല, വേറെ എന്തോ കാര്യമുണ്ട്. സത്യം പറയൂ കാർലൂസ്, തോട്ടിലെ വെള്ളം കുറച്ചിട്ട് തനിക്കെന്തിനാ? എടാ മണ്ടാ, എന്താ കാർലൂസ്, മുഖത്തൊരു വല്ലാത്ത ഭാവം. എന്റെ ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ബുദ്ധി കൊടുക്കരുതേ. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? തന്റെ അത്രയും ബുദ്ധി ശത്രുക്കൾക്ക് കിട്ടിയാൽ തീർന്നില്ലേ നമ്മുടെ കാര്യം? ഓ കാർലൂസ്, എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത്. അയ്യോ, ഇതൊക്കെ എന്തിനാണെന്ന് പറയൂ. ഇവനെയൊക്കെ പുഴുത്തുകയല്ല വേണ്ടത്. നേരത്തെ ഇവൻ സംശയിച്ച പോലെ തന്നെ കുഴിക്കുന്ന കുഴിയിലേക്ക് പൂഴ്ത്തുകയാ വേണ്ടത്. ദേ പിന്നെ ചിന്തിക്കുന്നു. സംശയിക്കാതെ കാര്യം പറയൂ കാർലൂസ്. എടോ, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയാൽ ആ ചെറിയ ദ്വാരത്തിലൂടെ കുടിവെള്ളത്തിൽ മലിനജലം കയറും. അതിലൂടെ രോഗാണുക്കൾ ഈ സ്ഥലത്തെ എല്ലാവരിലും പകരും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ അവർ ചികിത്സയ്ക്ക് പോകും. ഓ, അവരെ എല്ലാവരെയും ചികിത്സിപ്പിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ? അവരൊക്കെ ആ പ്രൈവറ്റ് ആശുപത്രി പോയാൽ ആശുപത്രിക്കാർക്ക് പണം കിട്ടും. ആ ആശുപത്രിക്കാരാടോ നമുക്ക് ഈ പണം തരുന്നേ. ഇതൊരു ദുഷ്ടകർമ്മമല്ലേ? അപ്പോ പിന്നെ എനിക്ക് 10,000 രൂപ പോരാ. പിന്നെ എനിക്കൊരു 900 രൂപയെങ്കിലും കുറഞ്ഞത് വേണം. ആ, ഇവനെ മണ്ടനെന്ന് വിളിച്ച മണ്ടന്മാരെന്നത്തല്ല. ഇവനെന്താ ബുദ്ധിയില്ലാത്തവരുടെ സംസ്ഥാന പ്രസിഡന്റോ? തനിക്ക് ഈ ഇടയായി ചിന്ത കൂടുന്നുണ്ട് കാർലൂസ്. എന്താ ഇത്ര ചിന്തിക്കാൻ? 900 രൂപ തരാതെ ഞാൻ ഈ പണിക്കില്ല. ഇത്തിരി കൂടുതലാണ്. എന്നാലും സാരമില്ല, കാര്യം നടക്കണ്ടേ. ഇക്കാലത്ത് കണക്ക് പറയാതെ പണിയെടുത്തിട്ട് എന്ത് കാര്യം? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കാലവർഷം ശക്തമാവും. അപ്പോഴേക്കും ഓരോ രാത്രിയിലും കുറേശ്ശെയായി താൻ കുഴി വലുതാക്കി കൊണ്ടുവരണം. ഏറ്റവും അവസാനം അതിൽ ദ്വാരം ഇട്ടാൽ മതി. ഓക്കെ? ശരി. ടീന പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായില്ലേ? അടിപൊളി. ഒരു പാടം നിറയെ ശുദ്ധജലം ഉണ്ടാവുമല്ലേ? എനിക്കും കൂട്ടുകാർക്കും ചാടി ചാടി കളിക്കാം. എന്ത് രസമായിരിക്കും. ടോം, ഫ്രാനും കൂട്ടുകാരും അതിലിറങ്ങി കുളിച്ചാൽ ആ വെള്ളം മുഴുവനും മോശമാവില്ലേ? ബെറ്റി, ടാർപോളിൻ ടാങ്കിലെ വെള്ളം ചെടികൾ നനയ്ക്കാനും അലക്കാനും ഒക്കെ ഉപയോഗിക്കുള്ളൂ. എന്നാ കുഴപ്പമില്ല. ഡോക്ടറെത്തി. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ് അങ്കിൾ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. ഡാഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വഴി ബാങ്കിൽ കയറി മാനേജരുമായിട്ട് സംസാരിച്ചു. ആഹാ, എന്നിട്ട് മാനേജർ എന്ത് പറഞ്ഞു അങ്കിൾ? നിങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പാണ്. നിങ്ങളുടെ തുക സ്വന്തം റിസ്കിൽ നാളെ തന്നെ ബൈ ക്യാഷ് തരാൻ നേരിട്ടുണ്ട്. ഇനി പണിക്കാരെ കിട്ടണം, പിന്നെ മെറ്റീരിയൽസ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഈ ബുക്ക് വായിച്ചുള്ള അറിവേ ഉള്ളൂ. അങ്കിൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായും. നിങ്ങളുടെ പ്ലാൻ പറയൂ. ഞാൻ പറയാം അങ്കിൾ. ആ വെള്ളം നമ്മൾ പുതിയതായി സ്ഥാപിക്കാൻ പോകുന്ന വിൻമില്ലിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന മോട്ടോർ വഴി ആവശ്യമുള്ള എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്യപ്പെടുന്നു. എത്ര ദിവസം കൊണ്ട് കാര്യങ്ങൾ നടപടിയാവും? ബുക്കിൽ പറഞ്ഞതനുസരിച്ച് 10 പണിക്കാരുണ്ടെങ്കിൽ സമയത്തിന് മെറ്റീരിയൽസ് എല്ലാം എത്തിയാൽ 5 ദിവസം. മെറ്റീരിയൽസ് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ എത്തും. ഞാൻ അവർ ബുക്കിൽ കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ചായിരുന്നു. നമ്മുടെ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഞങ്ങൾക്ക് ഈ ബുക്ക് കിട്ടിയ ദിവസം തന്നെ ഞങ്ങൾ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഞാനും ടീനയും മുൻകൈ എടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ആണെന്ന് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതം. അങ്കിൾ വിളിച്ചപ്പോൾ അവർ എന്ത് പറഞ്ഞു? അവർ നിങ്ങളുടെ കോൾ കാത്തിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ. എന്നാൽ സമയം കളയണ്ട,
അങ്കിൾ തന്നെ വിളിച്ച് കൺഫേം ചെയ്തോളൂ. ശരി. അവർ മെറ്റീരിയൽസ് നാളെ ഇവിടെ എത്തിക്കും. പണിക്കാരെയും അറേഞ്ച് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്താ ടോം, അതുപോരെ? അപ്പോ നാളെ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആവുന്നു. ഇനിയൊരു നല്ല മഴ വരണം. അപ്പോ എല്ലാവരുടെയും വീട്ടിലെ പുതിയ ടാപ്പിൽ ഫിൽറ്റർ ചെയ്ത ശുദ്ധമായ മഴവെള്ളം ലഭിക്കും, അല്ലേ അങ്കിൾ? അതെ, വെള്ളത്തിന് വേണ്ടി ഇനി ആരും പണം ചെലവാക്കേണ്ടി വരില്ല. പക്ഷേ ഈ മഴക്കാലം കഴിഞ്ഞാലോ ഡോക്ടറങ്കിൾ? നല്ല ചോദ്യം ജിമ്മി. മഴക്കാലം കഴിഞ്ഞാലും കുറേ നാൾ ഉപയോഗിക്കാനുള്ളത് നമ്മുടെ സംഭരണിയിൽ കാണും. അതും തീർന്നാൽ ഭൂമിക്കടിയിലെ പാറയിൽ നിന്നുള്ള വെള്ളം ഈ കാറ്റാടി കൊണ്ട് തന്നെ പമ്പ് ചെയ്ത് സംഭരണിയിലെത്തും. അതും നല്ല ശുദ്ധമായ മിനറൽ വാട്ടർ അല്ലേ അങ്കിൾ? ദാ നോക്കൂ, മാനം കറക്കുന്നുണ്ട്. ഇന്ന് രാത്രി നന്നായി മഴ പെയ്യുന്ന തോന്നുന്നു. ദേ മഴ പൊടിഞ്ഞു തുടങ്ങി. വാവ്, വാ, എളുപ്പം വീട്ടിൽ പോകാം. പെയ്യട്ടങ്ങനെ പെയ്യട്ടെ, പാനം നിറയെ പെയ്യട്ടെ. നമ്മുടെ പ്രാന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ആ, എല്ലാവരും എളുപ്പം വീട്ടിലേക്ക് പോയിക്കോളൂ. ഇത്രയും ദിവസം നന്നായി ജോലി ചെയ്തതല്ലേ. ഇന്നെല്ലാവരും സന്തോഷമായിട്ട് ഉറങ്ങും. നാളെ രാവിലെ നമ്മുടെ എല്ലാം വീടുകളിൽ ഈ ശുദ്ധമായ ജലം കുടിക്കാനുണ്ടാവും. ബൈ അങ്കിൾ, നാളെ കാണാം. ടോം, ടീന, ഇത് നോക്കൂ. നമ്മുടെ റോക്കിയെയും കാർലോസിനെയും നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോത്രേ. എന്താ അവര് ചെയ്ത കുറ്റം ഡാഡി? ഹോസ്പിറ്റൽ അധികൃതരിൽ നിന്നും പണം കൈപ്പറ്റി കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തി. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം കുറെ പേർ ആശുപത്രിയിലാണ് ഇവർ കാരണം. ദുഷ്ടന്മാർ. ശുദ്ധജല വിതരണം സാധാരണഗതിയിലാകാൻ ഇനിയും ഒരാഴ്ച കൂടി എടുക്കുമത്രേ. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. ഡാഡി, ഒരു കഷ്ടവുമില്ല. ടീന, നമ്മുടെ പുതിയ ടാപ്പ് ഒന്ന് ഓൺ ചെയ്തേ. ഓ, ഞാനതങ്ങ് മറന്നു. യേ, ദേ നോക്ക് ഡാഡി. ഹോ, എന്ത് ശക്തിയിലാണല്ലേ വെള്ളം വരുന്നേ. അപ്പൊ നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കാനുള്ള പരിപാടിയാ. മീനില്ല, വെറുതെ ആശിച്ചു. ഒരു സസ്പെൻസ്. ഞാൻ പോകുന്നു. ആഹാ, ഞാൻ അല്പം കുടിക്കട്ടെ. ആഹാ, ഇത്രയും ശുദ്ധമായ ജലം ഞാൻ ഈ അടുത്തെങ്ങും കുടിച്ചിട്ടില്ല. മോളെ ടീനെ, ആരാണെന്ന് നോക്കൂ. ആഹാ, ഡോക്ടർ അങ്കിളോ? ഗുഡ് മോർണിംഗ്. ആ, സാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ച് പത്രത്തിൽ വാർത്തയുണ്ട്. ആണോ? ഇത്രാമത്തെ പേജിലാ? 4-ാമത്തെ പേജിൽ. പിന്നെ ഇപ്പോ TV ന്യൂസിൽ ഉണ്ടായിരുന്നു. ജലസംവിധാനം സാധാരണഗതിയിലാവുന്നതുവരെ നമ്മുടെ പ്രൊജക്ട് ജനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന്. ആ ടിവി വെക്കൂ ടീന. കുറ്റവാളികളായ കാർലോസിനെയും റോക്കിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജനജീവിതത്തെ പരിഭ്രാന്തിയിലാക്കിയ ഇവരെ പോലുള്ളവർക്ക് നേർവഴി കാണിക്കുകയാണ് ലൊറേറ്റോ സ്കൂളിൽ പഠിക്കുന്ന മാർക്കസിന്റെയും മോണിക്കയുടെയും മക്കളായ ടോമും ടീനയും. ഗോൾഡൻ വാലിയിലെ ഡോക്ടർ സാമുവേലും ഇവരും ചേർന്ന് നിർമ്മിച്ച മഴവെള്ള ജലവിതരണ സംവിധാനത്തിലാണ് ജനം ഇന്ന് ആശ്വാസം കൊള്ളുന്നത്. ജില്ലാ കളക്ടർ ഇവരെ നേരിൽ കണ്ട് അനുമോദിക്കുമെന്നും ഇവർ മറ്റുള്ള കുട്ടികൾക്കും
മുതിർന്നവർക്കും തന്നെ മാതൃകയാണെന്നും പറയുകയുണ്ടായി. ദേ നമ്മുടെ ഫോട്ടോ ടിവിയിൽ. ഇത് അവർക്ക് എവിടുന്ന് കിട്ടി? നിങ്ങളെ മാത്രമല്ല, ആദ്യം കാർലോസിനെയും റോക്കിയൊക്കെ കാണിച്ചു ടിവിയില്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസിദ്ധരാകാം ജൂലി. പക്ഷേ പ്രശസ്തി 2 തരത്തിലുണ്ട്. അതേതൊക്കെയാ? കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും. കുപ്രസിദ്ധി എളുപ്പം നേടാൻ പറ്റും, എല്ലാവരും നമ്മളെ അറിയുകയും ചെയ്യും. പക്ഷേ മോശമായ രീതിയിലാണെന്ന് മാത്രം. നാശമായിരിക്കും അവസാനം. പക്ഷേ സുപ്രസിദ്ധി ദീർഘ പരിശ്രമത്തിലൂടെ മാത്രമേ നേടാൻ കഴിയൂ. അത് നന്മ നിറഞ്ഞതാണ്. സ്വന്തം താല്പര്യം മാത്രം നോക്കുന്നവരാണ് കുപ്രസിദ്ധി നേടുന്നവരെല്ലാവരും തന്നെ. ലളിതമായ ബൈബിൾ വാക്യങ്ങൾ, ഫിലിപ്പീൻസ് 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കൂ മക്കളെ. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിലുണ്ടായ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. ആമേൻ. Tom and Tina.